എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ബിഗ് ബോസിനെ പറ്റിയാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് സ്ഥിരം കാണുന്നൊരു പ്രേക്ഷകനാണ്. അതായത് സീസൺ 1 തൊട്ട് തന്നെ ഇവരെല്ലാ എപ്പിസോഡും നമ്മൾ കാണാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് അതിൽ അനീഷ് എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർക്കാരനാണ്, ഞാനും തൃശ്ശൂർക്കാരനാണ്. ആള് ക്യാപ്റ്റനാണ്, ഇപ്പോഴത്തെ ക്യാപ്റ്റനാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ചക്ക വീണ മൂയിലെത്തുക എന്നുള്ള രീതിയിൽ ക്യാപ്റ്റനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ അങ്ങനെയാണ്. കാരണം ഫുള്ള് എല്ലാവരും ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ് ആളുടെ. എന്തോ ഒരു പുള്ളി സത്യം പറഞ്ഞ ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ആളുടെ. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള അത് ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ മാക്സിമം 2-3 തവണ പറഞ്ഞു, പിന്നെയും നമ്മൾ ഈ ടേപ്പ് റെക്കോർഡർ മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ളവരെ മേലെ ആളെന്തൊക്കെയോ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എന്തോ ആളുടെ അടിമകളാണെന്നോ. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ എന്തോ ആളുടെ അടിമകളും ആളവിടുത്തെ ഒരു രാജാവും പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതിൽ ഒരിക്കലും ഒരു നിൽക്കാൻ ഒരു അർഹനല്ല എന്ന് തോന്നുന്നു. തൃശ്ശൂർക്കാരൻ എന്ന രീതിയിൽ ഞാൻ ആളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ആളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എനിക്ക് തോന്നുന്നത് നിങ്ങളാരും, അതായത് ഈ ഇതിലൊരു നല്ല വിജയി വിന്നറെ ഇഷ്ടപ്പെടുന്ന, കഴിഞ്ഞ തവണ അഖിൽമാരാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത മാതിരി നല്ലൊരാളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യക്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അയാൾ ഓൾറെഡി പുള്ളി കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി ആളെന്തോ വിവാഹമോചനമൊക്കെ നടത്തിയ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ആ ഒരു കാര്യത്തിൽ സക്സസ് ഉണ്ടാവാതെ പോയത്. നമ്മൾ അയാളെ അപ്പം അങ്ങനെയുള്ള ഒരാളെ നിങ്ങളിതിൽ വോട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, നല്ല ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയേണ്ടി വന്നത് അയാളുടെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയുള്ള പെരുമാറ്റങ്ങളാണ്. ഇപ്പം ആൾക്ക് ഞാൻ ഇപ്പോൾ കണ്ട എപ്പിസോഡിൽ ആൾക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്, മുള്ളം പന്നി. നിങ്ങളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഇനിയിപ്പോൾ അടുത്തുള്ള രാത്രിക്കാലത്തെ ബിഗ് ബോസ് കാണുന്നവർക്കത് മനസ്സിലാവും. ഈ എപ്പിസോഡ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് നല്ലൊരു പേര് കിട്ടിയിട്ടുണ്ട്, മുള്ളം പന്നി. അതായത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വോട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ അടുത്ത ഒരു അഭിപ്രായം ഉടൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അടുത്ത ഒരാളെ പറ്റി. ഓക്കെ, താങ്ക് യു.